പത്തനംതിട്ട പുല്ലാട് മുട്ടമണിൽ അല്പസമയം മുൻപാണ് ഒരു വലിയൊരു അപകടം നടന്നത്. ആ അപകടം ഒരു KSRTC ബസ്സും ഒരു കാറും സെലറിയോ കാറും കൂട്ടിയിടിച്ചായിരുന്നു. രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ. എന്തായാലും ഈ പോലീസ് കോയിപ്രം പോലീസ് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ടു. നമ്മുടെ പുറകിലുള്ള ആ വാഹനത്തിലാണ് കുഞ്ഞിനെ അടക്കം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വാഹനം പൂർണ്ണമായി രക്തത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ, ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ പോലും നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഈ വാഹനത്തിലാണ്, ഈ പോലീസ് വാഹനത്തിലാണ് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെയും ആ ബാക്കി 3 പേരെയും, ആ കാറിലുണ്ടായിരുന്ന ജുവന, ലിജു, അതുകൂടാതെ ഷേബ രാജൻ, റീന രാജൻ. ഈ റീന രാജൻ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇവിടെ എത്തി അല്പസമയത്തിനകം തന്നെ മരണം സംഭവിച്ചിരുന്നു. ആ പോലീസുകാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാറേ, എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു സംഭവം? നിങ്ങൾ അവിടെ സമയത്തായിരുന്നു 9:30 അല്ലേ? 9. എന്തായിരുന്നു സംഭവം? നിങ്ങൾ എത്തുമ്പോൾ കണ്ടൊരു KSRTC ബസ്സിൻ്റെ ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത്, നാട്ടുകാർ പറയുന്നത് കേസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു? അപ്പം ഇല്ല, ഓടിച്ച ആളെ എടുക്കാൻ പറ്റില്ല. ബാക്കി 3 പേരെ നമ്മൾ ഉടനെ തന്നെ ഈ ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. ഇതിലിപ്പോൾ 2 പേർ, ഒരാൾ കൂടി മരിച്ചു. ഒരാൾ മരിച്ചെന്ന് അറിയുന്നത് പെട്ടെന്ന് നമുക്ക് എത്തിക്കുക, മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ അടുത്തുള്ള ആശുപത്രി നമ്മുടെ വാഹനത്തിൽ തന്നെയാണ്, നമ്മുടെ പോലീസ് ജീപ്പിലെത്തിച്ചു. തീർച്ചയായും അതാണ് പോലീസുകാർക്ക് പറയാനുള്ളത്. പോലീസുകാരാണ്. നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ് സാർ. അതെ, വളവാണ്, നല്ല വളവാണ്. അവിടെ കനാൽ പാലത്തിനോട് ചേർന്നിട്ടുള്ള വളവുണ്ട്. അവിടെ നല്ല KSRTCക്കാരനെ ആ സമയത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇല്ലില്ല, ആ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെ KSRTC മാറ്റാൻ വേണ്ടി നോക്കിയിട്ട് ഞാൻ കയറിയിട്ട് നോക്കി, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ബോഡി ഇതെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം ഈ ആംബുലൻസിൽ ഇപ്പോൾ രണ്ടാമത്തെ ആളെ, ഷേബ രാജൻ എന്ന് പറയുന്ന ആളെ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാലും പോലീസുകാരെല്ലാവരും ഇവിടെയുണ്ട്. ഈ പോലീസ് ആ സമയത്ത്, ആ സംഭവ സ്ഥലത്ത് ആ കുഞ്ഞിനെ എടുത്ത പോലീസുകാരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരശുറാം, ഇദ്ദേഹമാണ് ആ കുഞ്ഞിനെ ആ സമയത്ത് എടുത്തത്. സാറേ, എന്തായിരുന്നു ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്ന ആ സമയത്ത്? കണ്ടീഷൻ 4 പേരെ ഗുരുതരമായിരുന്നു. കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? കുഞ്ഞിനെയാണല്ലോ തോളിൽ? കുഞ്ഞിനെ ഞാൻ ചെന്നപ്പോൾ കുഞ്ഞിനെ ഞാൻ കുഞ്ഞിനെ കൊണ്ടേക്ക് പോകുന്നു. മറ്റു വിവരമൊന്നും എനിക്കറിയത്തില്ല. കോൺഷ്യസ് ആയിരുന്നില്ല അല്ലേ? അല്ല, പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും കഴിച്ചു. ഇവരുടെയൊക്കെ ഒരു സേവനം നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ടതാണ്. പോലീസിനെ എല്ലാ സമയത്തും നമ്മൾ ആ നേരത്ത് അവിടെ എത്തുമ്പോൾ കുറേ ആളുകൾ മദ്യപിച്ചൊക്കെ എത്തി പോലീസിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ, ആ പോലീസുകാരൻ്റെ ശരീരത്തിൽ മുഴുവനുള്ള ചോര, രക്തക്കറയാണ്. അത് പൂർണ്ണമായി ഈ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ആ വാഹനാപകടത്തിൽ പരിക്കേറ്റവരുടെയുമാണ്. 2 പേർക്ക് ജീവൻ നഷ്ടമായി. പക്ഷേ ജീവനോടെ ഒരു 2 പേരെ ഇവിടേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് ഈ പോലീസിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ നാട്ടുകാർ ചിലർ പെട്ടെന്ന് തന്നെ ഒരു വാഹനത്തിൽ അവിടെ നിന്ന് ആംബുലൻസിലൊക്കെ മാറ്റാനും നാട്ടുകാരും സഹായിച്ചു. ആ പോലീസ് ജീപ്പും ഈ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഈ പോലീസ് ജീപ്പിൽ കയറ്റില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത്. പക്ഷേ പോലീസുകാർ അതൊന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ അവരെല്ലാവരെയും കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്തായാലും ഇനി ഉള്ള 2 പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. ഈ കുടുംബം റാന്നി സ്വദേശികളാണ്. അവരിപ്പോൾ കുമ്പനാടാണ് താമസിക്കുന്നത്. ഈ കുമ്പനാട് താമസിക്കുന്ന കുടുംബമാണ്. 2 മാസമായിട്ടേ ഉള്ളൂ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഈ VG രാജൻ എന്നയാൾ കോൺട്രാക്ടറാണ്. അദ്ദേഹം കോൺട്രാക്ടർ ജോലികൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത്. VG രാജനായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. എന്തായാലും അപകടങ്ങൾ തുടർക്കഥയാണ്. KSRTC ബസ് ഡ്രൈവറും അതുപോലെ തന്നെ ചില പാസഞ്ചേഴ്സും തമ്മിലുള്ള ചെറിയ തർക്കങ്ങളാണ്, ആ സമയത്തുണ്ടായ ചെറിയ തർക്കങ്ങൾ, അതിനെ തുടർന്നുണ്ടായാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ വാഹനം കൊണ്ടുപോവുകയാണ്. ഷേബ എന്ന VG രാജൻ്റെ മകളെ കൊണ്ട് ആംബുലൻസ് തൊട്ടടുത്ത ആശുപത്രി, ബിലീവേഴ്സ് ആശുപത്രി, കൂടുതൽ സജ്ജീകരണങ്ങളുള്ള ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മകളെ നേരത്തെ തന്നെ എത്തിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. 2 പേരുടെ ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ പോലീസുകാർക്ക് അഭിമാനിക്കാം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണും ഒപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.